തോന്നുന്നല്ലേ. എയർപോർട്ട് 1 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. ഇത് എയർപോർട്ടിലേക്കുള്ള റോഡാണ്. ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെയാണ് മോപ്പ എന്നുള്ള പേര് വന്നത്? മഴക്കാലത്ത് വലിയ കുഴപ്പമില്ല, വേനൽക്കാലത്ത് നല്ല ചൂടായിരിക്കും. कार और बस पार्किंग P1 ആണ്. ഡിപ്പാർച്ചർ और പാർക്കിംഗ് ലെഫ്റ്റ് ആണല്ലോ. 4:18 ആയതേ ഉള്ളൂ, സമയമുണ്ട്. ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഒരു വണ്ടി പോലും കിട്ടില്ല. എത്രയോ കിലോമീറ്റർ ദൂരം ബസ് സർവീസും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഒരു ഓട്ടോ പോലും വരുന്നതായിട്ട് പൈസക്കാർ മാത്രമാണ് അവിടെ സർവേ ചെയ്യുന്നത്. പൈസ വണ്ടിയുള്ളവർ. കാർ പാർക്കിംഗ്, ബസ് പാർക്കിംഗ് P1. ജിയോ എക്സ് ആണല്ലേ. ഇത് GOI ആണത് മറ്റേത്. പിന്നൊരു കാര്യമുണ്ട്, ഇത്രയും ഏരിയ വേണം എയർപോർട്ടിന്. അപ്പോൾ ചെരിച്ചൊന്നും പിടിക്കരുത്. ഓഫ് ചെയ്തേരെ. പാർക്കിംഗ് സെക്യൂരിറ്റിയോട് ചോദിക്കണം. ഹലോ, മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. മോപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് അടിപൊളിയാണ്. ഗോവയിലെ എയർപോർട്ടാണ്. വളരെ ശാന്തമായ ഒരു എയർപോർട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരുപാട് തിക്കും തിരക്കൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് വന്നത്. പക്ഷേ പാർക്കിംഗ് ഇവിടെ വെറും 250 രൂപയുള്ളൂ ഒരു ദിവസത്തേക്ക്. മറ്റ് ചാർജസും ഉണ്ട്, മണിക്കൂറിന് ചാർജസ്, ഹവേർലി ചാർജസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് 3 ദിവസത്തേക്ക് ഇടേണ്ടി വരുന്നു. അപ്പം 3 ദിവസത്തേക്ക് ചാർജ് വെച്ച് കഴിഞ്ഞപ്പോൾ ചാർജ് നോക്കിയപ്പോൾ 250 രൂപയാണ് പെർ ഡേ. അപ്പോൾ എനിക്ക് 3 ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ വരുള്ളൂ. അപ്പോൾ 750 റുപ്പീസ്. എന്നാലും എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ അതൊരു വളരെ മെച്ചമാണ്. കാരണം എനിക്ക് ടാക്സി പിടിക്കണമെന്നുണ്ട് ഒരു നിയർലി 5000 റുപ്പീസാണ്. സോ ഇത് എനിക്കൊരു വളരെ അടിപൊളിയൊരു സംഭവം. വിശാലമായ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഹായ് ഹായ്. അതെയാ, ഒന്നിക്കൊണ്ട് പോരെ. വാ. അവർക്ക് നമ്മുടെ ഫ്രണ്ട്സിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്യുക. അപ്പം ഇതൊരു ചെറിയ എയർപോർട്ടാണ്. തിരക്ക് കുറവുള്ളൊരു ചെറിയൊരു പിന്നെ തീരെ ചെറുതുമല്ല, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. വലിയ സൈസല്ല, ബോംബെ എയർപോർട്ട് പോലെ ഡൽഹി എയർപോർട്ട് പോലെ ഒന്നുമില്ല. ഒരു മീഡിയം സൈസ് എയർപോർട്ട്.
ഒന്ന് ബോർഡിങ് ചെയ്താലോ? അന്നത്തെ പോലെ ബോർഡിങ് ചെയ്താലോടാ? ചെല്ല്, സീറ്റ് 13K. യെസ്, കമോൺ, പറഞ്ഞുതരാം, വാ. कृपया अपने बच्चे का हाथ पकड़ें, अपने पैरों को पीली रेखा के अंदर रखें और हैंड रेलिंग पकड़ें. അത് ഫ്രീ ആണ്. ഇതാണ് ഏയ് കൈയാണത്. ഓ, ഫുഡ് മാത്രമല്ല, ഇരിപ്പിടങ്ങളും കാര്യങ്ങളെല്ലാം, ഫുഡ് ഡ്രിങ്ക്സ് എല്ലാം. 13 ആ, ഇവിടെ എൻ്റെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. മറ്റേ ഫുഡും ഇവിടെ എനിക്ക് ബാംഗ്ലൂരിൽ എനിക്കറിയാം, കംപ്ലീറ്റ് ഫുഡൊക്കെ ഫ്രീ ആയിരുന്നു. ഫുഡും ഡ്രിങ്ക്സും എല്ലാം ഫ്രീ. ഈ സ്ഥലം കണ്ടോ, ഒരു തരിശായി കിടക്കുന്ന സ്ഥലം പോലെ തോന്നുന്നില്ലേ? വിദ്യ ചേച്ചീനെയും പ്ലെയിനുണ്ടോ, ചെറിയ പ്ലെയിൻ. ഇതിനകത്തൊരു കാര്യം പഠിപ്പിച്ചു തരാം. എന്താ? എങ്ങനെ കറക്റ്റ് വട്ടം തിരിച്ച് സെൽഫി മോഡാണ്. ഇതിൽ മാറ്റണ എങ്ങനെയാ? ഓക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോയാൽ ഞാൻ പോയിട്ടോ, ഞാനപ്പോൾ അവിടെ പോയിരിക്കാം. ബാക്കിയുള്ളവർ എടുക്കുന്നതിനേക്കാളും എടുക്കരുത്, ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരെ പരമാവധി എടുക്കരുത്.